ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുക. പൊടിയില്ലെങ്കിൽ ഇതിന് പകരം ചെറിയ ഏലക്കാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേബിൾ സ്പൂണാണ്, 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 4 മുതൽ 4.5 വരെ ചേർക്കാം കേട്ടോ, അതിലപ്പുറം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടാങ്കിൻ്റെ പൊടിയാണ്. മാംഗോ ഫ്ലേവറുള്ള ടാങ്കിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. 1/2 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ ഈ ഒരു ചേരുവകൾ പറഞ്ഞത്. കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം കേട്ടോ. വെള്ളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരാനാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരമായിട്ട് അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളമൊന്നുമല്ല, സാധാരണ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഞാനൊരു ജഗ്ഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കട്ടിയിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ഇതിലും നല്ല വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ഐസ് ക്യൂബ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തണുപ്പ് വേണം അതിനനുസരിച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് പകർന്നു കൊടുക്കാം. ഈ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതുമാണ് കേട്ടോ. ഏകദേശം 4 പേർക്കോളം കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാകും. വലിയ ഗ്ലാസ്സിലെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 4-5 പേർക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഇടയിൽ കടിക്കാനും കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. ഫ്രൂട്ട്സ് ഒന്നും കയ്യിലില്ലെങ്കിൽ, പാലും ഒന്നും കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടാങ്കൊക്കെ ഇപ്പോൾ നോമ്പ് സമയത്ത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരു ജ്യൂസ് നിങ്ങൾ തയ്യാറാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ സ്കിപ്പായി പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.